സൗഭാഗ്യം കാക്ഷിക്കാത്തവരാരാണ്? എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ സൗഭാഗ്യം നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് അത്ര പഥ്യം പോരാ. സൗഭാഗ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയാറുണ്ട്. വെറുതെ കിട്ടുന്നില്ല. വെറുതെ ഈ പ്രപഞ്ചത്തിൽ, ഈ സൃഷ്ടിയിൽ ഒന്നും വെറുതെ കിട്ടുന്നില്ല. എല്ലാം അവകാശം ഉള്ളത് മാത്രമേ, യോഗ്യതയുള്ളത് മാത്രമേ, അർഹതയുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. സംശയമൊന്നുമില്ല. അപ്പൊ അർഹതയുണ്ടാക്കണം. അപ്പോൾ സൗഭാഗ്യത്തിന് വേണ്ട അർഹത എന്താണ്? അതിനു വേണ്ട വ്രതമനുഷ്ഠിക്കണം. ആരെയാ മാതൃകയാക്കേണ്ടത്? അതിന് ഋഗ്വേദം ഒരു ഉപായം പറയുന്നുണ്ട്. ആ സൂക്തി നമുക്കൊന്ന് പരിശോധിക്കാം. തവ വ്രതേ സുഭഗാസഹ സ്യാമ. തവ വ്രതേ സുഭഗാസഹ സ്യാമ. ഇവിടെ സൂര്യനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഹേ സൂര്യ, വ്രതങ്ങളെ പാലിക്കുന്ന നിന്റെ നിയമങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ സൗഭാഗ്യശാലികളായി തീരട്ടെ. വ്രതങ്ങളെ അണുവിട തെറ്റാതെ പാലിക്കുന്ന നിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഞങ്ങൾ സൗഭാഗ്യശാലികളായി തീരട്ടെ. സൂര്യൻ എപ്പോഴെങ്കിലും വ്രതം തെറ്റിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല. അങ്ങനെയുള്ള സൂര്യനായിരിക്കട്ടെ വ്രതപാലനത്തിന്റെ കാര്യത്തിൽ നമുക്ക് മാതൃക. സൂര്യനാകട്ടെ നിയമം അനുസരിക്കുന്ന കാര്യത്തിലും നടപ്പാക്കുന്ന കാര്യത്തിലും നമുക്ക് മാതൃക. എല്ലാവർക്കും പ്രകാശവും താപവും കൊടുക്കുന്ന ആ സൂര്യന്റെ നിയമമാകട്ടെ സൗഭാഗ്യങ്ങളെ നേടിയെടുക്കുന്നതിൽ നമുക്ക് മാതൃക. സൂര്യന്റെ തെറ്റാത്ത വ്രതത്തെ അനുനിമിഷം പിന്തുടർന്നുകൊണ്ട് നമുക്കും സൂര്യനെ പോലെ സൗഭാഗ്യശാലികളായി തീരാം. വേദവാണിയാണ്, ആവർത്തിച്ച് മനനം ചെയ്യേണ്ട മന്ത്രഭാഗവുമാണ്. സൗഭാഗ്യം ഒരു സംശയവുമില്ല നമ്മുടെ അവകാശമാണ്.